ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം നേരം ഞാൻ ഗെയിമിൽ കയറിയിട്ട് എന്തായാലും ഇപ്പോൾ കുറേ നേരം ഞാൻ FK നിന്നുകൊണ്ട് തന്നെ അയൺ ഫാമിൽ കുറേ അയനായിട്ട് ഉണ്ടാവാനുള്ളതാണ്. ചെസ്റ്റ് മുഴുവൻ ഉണ്ടാവുമോ എന്തോ നോക്കി നോക്കട്ടെ. ഇത്ര അയനുണ്ട്, ഇതെന്തായാലും കുറേ തന്നെയാണ്. ഇതിങ്ങെടുത്തേക്കാം. ഇത് മൊത്തം ഇനിയിപ്പോൾ അവന്മാരോട് ട്രേഡ് ചെയ്താൽ എനിക്ക് കുറേ എമറാൾഡ് കിട്ടും. വെപ്പൺ സ്മിത്തിൻ്റെ അടുത്ത് ഞാൻ വന്നേക്കുന്നത് ഇവൻ്റെ അടുത്ത് കൊടുക്കാം. 4 കൊടുത്താൽ 1 എമറാൾഡ് കിട്ടാൻ മൊത്തം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, അടുത്തവൻ്റെ അടുത്തോട്ട് പോകണം. മോനെ അടുത്ത ട്രേഡ് ഉണ്ട്. ഓക്കെ, ഇവൻ്റെ അടുത്ത് 4 അയൺ കൊടുത്ത 1 എമറാൾഡ് കിട്ടും. അത് മൊത്തം എടുത്തിട്ടുണ്ട്. ഇവൻ്റെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ്റെ അടുത്ത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഈ പൊട്ടന്മാരുടെ അടുത്തൊക്കെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ എൻ്റെ ഈ XP മൊത്തം 35 ആയിട്ടുണ്ട്. കുറേ എനിക്ക് ആ XP ഫാമിൽ നിന്ന് കിട്ടി. അത് നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവൻ്റെ അയൺ റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതും കൊടുത്ത് ഞാൻ കുറച്ച് XPയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം 36 XP ആയി കേട്ടോ. ഞാൻ കുറച്ച് നേരം ട്രേഡ് ചെയ്യുന്ന ഇനിയിപ്പോൾ അവന്മാരുടെ അയണിൻ്റെ ട്രേഡ് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന്മാരുടെ അയണിൻ്റെ ട്രേഡ് തിരിച്ചു വന്നിട്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ചും കൂടി ട്രേഡ് ചെയ്യട്ടെ. ഞാൻ എന്നിട്ട് ഒരു ഫയർ പ്രൊട്ടക്ഷൻ വാങ്ങണം. എനിക്ക് ഫയർ പ്രൊട്ടക്ഷൻ 4 ഹെൽമെറ്റിന് ഇനിയിപ്പോൾ ഫയർ പ്രൊട്ടക്ഷൻ കൂടി ഇടാനുള്ള ഫയർ പ്രൊട്ടക്ഷൻ 4 ഇട്ട് അത് തീരും. പിന്നെ ചെസ്റ്റ് പ്ലേറ്റ് എല്ലാം ഫിനിഷായി. പിന്നെ നമ്മുടെ ലെഗിൻസിലാണ് ഇടാനുള്ള. എൻ്റെ ഉണ്ടായിരുന്ന ഒരു മെൻഡിങ് എടുത്ത് ഞാൻ ഈ ലെഗിൻസിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വെറും ഫയർ പ്രൊട്ടക്ഷനും കൂടി വാങ്ങി കീഴിലോട്ടിട്ട് ലെഗിൻസിൻ്റെയും കഴിയും. ഇനിയിപ്പോൾ ഒരു ബുക്ക് ഷെൽഫ് വാങ്ങാം. ഇതിനത് ഇവിടെ വെച്ച് നമ്മുടെ ബാഗ്സ് എടുത്ത് പൊട്ടിച്ച് ബുക്ക് കിട്ടും. ആ ബുക്ക് വെച്ച് 2 ഫയർ പ്രൊട്ടക്ഷൻ വാങ്ങാം. 1 ലെഗിൻസിനും 1 ഹെൽമെറ്റിനും. ലെഗിൻസിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഫയർ പ്രൊട്ടക്ഷനായി. അതിന് അധികം XP വേണ്ടി വന്നില്ല, 11 മതിയായിരുന്നു. ഈ ഒരു ഫയർ പ്രൊട്ടക്ഷൻ ഞാൻ ബൂട്ടിലിട്ട്, കാരണം ഹെൽമെറ്റ് ഇടണമെങ്കിൽ ഇച്ചിരി അധികം XP വേണം. ഒരു ഫെദർ ഫാളിങ് 4 വാങ്ങിയിട്ടുണ്ട്. ഇതെടുത്ത് ബൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് അൺബ്രേക്കിംഗ് 3 മെൻഡിങ് മാത്രം ഇട്ടാൽ മതി. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ട്രേഡ് ചെയ്ത് ഞാൻ മെൻഡിങ് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അങ്ങ് മെൻഡിങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് അൺബ്രേക്കിംഗ് 3 മാത്രം ഇട്ടാൽ നമ്മുടെ ബൂട്ടിൻ്റെ ഫുള്ള് കഴിയും. ട്രേഡ് ചെയ്യാനാണെങ്കിൽ ഇവന്മാരാണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല അയൻ്റെ ട്രേഡ്, അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ മിക്ക ആർമർ ഞാൻ എൻചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെൽമെറ്റിൽ ഫയർ പ്രൊട്ടക്ഷനും കൂടി ഇടാനുള്ളൂ. പിന്നെ ബൂട്ടിൽ അൺബ്രേക്കിംഗ് 3യും. ഞാൻ ഇങ്ങോട്ട് ഓടി XP ഫാമിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വർക്കാവുന്ന കാണിച്ചു തരാം. ഈ ലാഡർ വഴി കയറിപ്പോകാൻ ഇച്ചിരി ബോറാണ്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പോട്ടെ. നമ്മുടെ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. രാവിലെ ആക്കിയിട്ടുണ്ട്. ചെസ്റ്റ് എന്തെങ്കിലും വെച്ചാൽ ഞാൻ XP എടുത്തോണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ച്. അപ്പോൾ ഞാൻ ചെസ്റ്റ് ഇങ്ങനെ വെക്കേണ്ടി വന്നതാണ്. അത് ഞാൻ പിന്നെ മാറ്റിക്കോളാം. ഇതാണ് എൻ്റെ AFK റൂം. ഞാൻ എന്തായാലും ഇതിനകത്ത് കയറിയിരുന്ന് കുറച്ച് നേരം AFK ആയിട്ട് വരാം. ഞാൻ കുറച്ചധികം നേരം AFK നിൽക്കുന്നു, പക്ഷെ 5 മിനിറ്റ് കൊണ്ട് ഇത്രയും കിട്ടുമെന്ന് വെച്ചാൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ മണ്ടന്മാരെ ഓരോന്നായിട്ട് ഞാൻ കൊല്ലട്ടെ. എന്തൊരു XP കയറുന്നത്, എന്തായാലും നന്നായിട്ട് വർക്കാവുന്നുണ്ട്. അത് മതി. ഇനി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ലെയർ ഒന്ന് കൂട്ടിക്കൊടുത്താൽ ഇതിനേക്കാളും മൂവ് പെട്ടെന്ന് സ്പോൺ ആയിക്കോളും. അപ്പോൾ കുറേ XPയും കിട്ടും. ഞാൻ എന്തായാലും കുറച്ചേരം ഇവിടെ AFK നിന്നിട്ട് നിങ്ങളെ അറിയിക്കുക. XP ഒക്കെ ആക്കിയിട്ട് ഞാൻ കുറച്ചധികം നേരം നിന്ന് ഇവിടുന്ന് കുറച്ച് XP കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ AFK നിന്ന് 12 മണിക്ക് മുന്നേ ഈ വീഡിയോ ഇടാൻ പറ്റില്ല എനിക്ക്. ഞാനിന്ന് ഇനി ബേസിലെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അതാ ദൂരെ എൻ്റെ ട്രേഡിംഗ് ഹാളിൻ്റെ തല. അങ്ങനെ ഫൈനലി ഓടി ഇവിടെ എത്തി. ഇനിയിപ്പോൾ കുറച്ചും കൂടി പൊട്ടന്മാരെ ട്രേഡ് ചെയ്ത് കുറച്ചും കൂടി ഞാൻ എമറാൾഡ് ഒപ്പിച്ചിട്ട് വരാം. ഈ ഒരു അൺബ്രേക്കിംഗ് 3 കൂടെ എടുക്കുക, കാരണം നമ്മുടെ ബൂട്ടിലോട്ട് ഇടാനുള്ളതാണ്. ബൂട്ട് വെച്ച് ബുക്ക് വെച്ച് അൺബ്രേക്കിംഗ് 3 ഇട്ട് ഫയർ പ്രൊട്ടക്ഷൻ ഹെൽമെറ്റിലിടണമെങ്കിൽ 35 XP ആവും. ഞാൻ ഇന്നലെ നോക്കിയായിരുന്നു, നിങ്ങളോട് പറയാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കാണിച്ചു തന്നെയാണ്. ഈ ഒരു ബേസിൻ്റെ സ്ഥലമൊക്കെ സെറ്റ് ആക്കണമെങ്കിൽ ആദ്യം തന്നെ ഇവിടെ കല്ലുകളെല്ലാം കളയണം. അപ്പോൾ ഞാൻ സിൽക്ക് ടച്ച് വാങ്ങുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെടുത്ത് ഷവലിലോട്ടും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഷവലിൽ സിൽക്ക് ടച്ചായി. ഇപ്പോൾ നമ്മുടെ ഷവലിൽ സിൽക്ക് ടച്ച് ഉള്ളതുകൊണ്ട് ഇതേപോലത്തെ ഗ്രാസ് ബ്ലോക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പൊട്ടിച്ചെടുക്കുക. അത് ഡേർട്ടായിട്ട് കിട്ടില്ല, പകരം ഗ്രാസ് ബ്ലോക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രാസ് ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നമ്മുടെ ടവറിൻ്റെ താഴെയുള്ള ആ ഏരിയ മൊത്തം ഡേർട്ട് വെക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ച് ഗ്രാസ് ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ചെസ്റ്റിൽ 2-3 സ്റ്റാക്ക് ഡേർട്ട് ഉണ്ട്. അതെടുത്ത് ഇതിലോട്ട് വെച്ചാൽ അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. അതങ്ങനെ സ്പ്രെഡ് ആവുന്നതുകൊണ്ട് ഞാൻ വെറുതെ ഫുൾ ഗ്രാസ് പൊളിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഡേർട്ട് മൊത്തം ഞാൻ ഈ ചെസ്റ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇത്ര ഡേർട്ടേ ഉള്ളൂ. ഞാനപ്പോൾ ഇത് വെച്ച് തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു വാട്ടർ സോഴ്സ് ഇങ്ങോട്ട് മാറ്റാൻ പോവാണ്. അതാകുമ്പോൾ അവിടെ എനിക്ക് ബ്ലോക്ക് വെക്കുമ്പോൾ കുഴപ്പമില്ല, പിന്നെ വാട്ടർ സോഴ്സ് പോവില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റോണൊന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം. ഞാൻ അവിടെ ഒരു വാട്ടർ സോഴ്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടേ കൂടെ ഡേർട്ട് വെക്കാം. ഞാൻ എന്തായാലും ഇവിടെ മൊത്തം ഡേർട്ട് വെക്കട്ടെ, എന്നിട്ട് നിങ്ങളെ അറിയിക്കുക, അപ്ഡേറ്റ് ചെയ്യാം. സോറി, ഞാനിത് ടൈം ലാപ്സ് ആക്കിയത് കാരണം ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ റീപ്ലേ മോഡ് ഉണക്കാൻ പറഞ്ഞത്, അതുകൊണ്ടാണ്. ഒന്ന് കുറച്ച് സഹിക്കുക.
അത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാസ് ഒന്നും ഫുള്ള് സ്പ്രെഡ് ആയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് താഴെ പോയി കാണിച്ചു തരാം. കണ്ട ഗ്രാസ് മുഴുവൻ സ്പ്രെഡ് ആയിട്ടില്ല, പക്ഷെ ഇത്ര സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊത്തം സ്പ്രെഡ് ആകുമ്പോൾ ഇവിടെ മൊത്തം ഗ്രാസ് ആയിക്കോളും. പിന്നെ ബോൺ മേൽ അടിച്ചാൽ ഇവിടെ മൊത്തം ചെടിയൊക്കെ പടർന്നോളും. ഇതേപോലെ എല്ലായിടത്തും ചെയ്യാനില്ല, അതൊക്കെ നമുക്ക് മെല്ലെ ചെയ്യാം. ഈ ടവർ ഉണ്ടാക്കി വെച്ച് തന്നെ ഈ ഒരു സ്ഥലം മൊത്തം നോക്കാനാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് കയറിയിട്ടുമില്ല, അങ്ങോട്ട് നോക്കിയിട്ടുമില്ല. ഇതാ എൻ്റെ ലോകം, അതെ ഭാരത ലോകം. കണ്ട ആ ഗ്രാസ് മെല്ലെ മെല്ലെ സ്പ്രെഡ് ആവുള്ളൂ, പക്ഷെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. എൻ്റെ ബേസ് ഇത് നല്ല ലൂസ് ആയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ.